ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു എന്ന വചനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആശ്രയമെന്ന ചിന്തകളിലൂടെ മുമ്പോട്ട് പോവുകയാണ്. യെശയ്യാപ്രവചനം 31 അധ്യായം. ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്കിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരായതുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. എന്നാൽ അവനും ജ്ഞാനിയാകുന്നു, അവൻ അനർത്ഥം വരുത്തും, തൻ്റെ വചനം മാറ്റുകയില്ല. അവൻ ദുഷ്കർമ്മികളുടെ ഗൃഹത്തിനും ദുഷ്പ്രവൃത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും. മിസ്രയീമ്യർ ദൈവമല്ല, മനുഷ്യരത്രേ. അവരുടെ കുതിരകൾ ആത്മാവല്ല, ജഡമത്രേ. യഹോവ തൻ്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും ചെയ്യും. അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോകുകയും ചെയ്യും. അതായത് ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ജനം ചില പ്രത്യേക സാഹചര്യത്തിൽ മിസ്രയീമിലേക്ക് നോക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ കുതിര അവർക്കാണ്. പക്ഷെ അവർ മുഴുവനും ഒരിക്കൽ ചെങ്കടലിൽ മുങ്ങിയ കാര്യം നിങ്ങൾ മറന്നുപോയി. അവിടുത്തെ രഥങ്ങൾ നല്ല സ്ട്രോങ് ആണ്. മിസ്രയീം സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ ബലവാന്മാരായതുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ചില സന്ദർഭത്തിൽ അരുതാത്ത ആശ്രയങ്ങൾ സ്വീകരിക്കുന്നു. അത് കനത്ത തിരിച്ചടിയാകും. കാരണം കുതിര ആത്മാവല്ല, കുതിരച്ചേവകരും സ്പിരിറ്റല്ല. സ്പിരിറ്റ് വേൾഡിനോട് പിടിച്ചു നിൽക്കാൻ ഫിസിക്കൽ വേൾഡിന് കഴിയില്ല. ആത്മലോകത്തിലാണ് പവർ കിടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ലെന്ന്. ഞങ്ങൾ ആത്മാവിൽ സഞ്ചരിക്കുന്നവരാണ്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ ജഡത്തിൽ യുദ്ധം ചെയ്യുന്നില്ല. ഞങ്ങളുടെ യുദ്ധം സ്പിരിറ്റിലാണ്. സ്തോത്രം. ആത്മലോകത്തിലാണ് ജയവും തോൽവിയും ഇരിക്കുന്നത്. ആത്മലോകത്തിലാണ് പവർ ഇരിക്കുന്നത്. ആത്മലോകവുമായി ബന്ധപ്പെടാനാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം തന്നത്. പ്രസംഗത്തിൻ്റെ ഒടുവിൽ എന്തെങ്കിലും ഒന്ന് പറയാനല്ല, ആത്മാവിൽ മൂവ് ചെയ്യാനാണ്, ആത്മാവിൽ യുദ്ധം ചെയ്യാനാണ്, ആത്മാവിൽ കൊടി ഉയർത്താനാണ്, ആത്മാവിൽ ജയം പ്രാപിക്കാനാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. മിസ്രയീമ്യർ ദൈവമല്ല, മനുഷ്യരത്രേ. അവരുടെ കുതിരകൾ ആത്മാവല്ല, ജഡമത്രേ. യഹോവ തൻ്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, ആശ്രയം ദൈവത്തിലാവട്ടെ, ആശ്രയം ആത്മാവിലാവട്ടെ, ആത്മലോകത്തിലാകട്ടെ. God bless you.